നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതായത് കാസ്പ് എന്നറിയപ്പെടുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നറിയപ്പെടുന്ന ആ പദ്ധതി. ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിലെ 42 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ 42 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് അതിന്റെ ആ കുടുംബത്തിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. കാസ്പിൽ അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏത് ഹോസ്പിറ്റലുകളിലും, ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഏതര മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും, ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൂടി ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ആനുകൂല്യം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 581 സർക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെ ഉള്ള ആശുപത്രികളിലാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. 42 ലക്ഷത്തോളം പേർക്ക് ഇതിൽ ആനുകൂല്യം ലഭിക്കും. അതിന്റെ കുടുംബങ്ങളിൽ അംഗമായിരിക്കുന്ന മുഴുവൻ പേർക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥത അവകാശപ്പെട്ടുകൊണ്ട് BJP ഭരിക്കുന്ന ചില പഞ്ചായത്തുകളിലും ചില വാർഡുകളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാജ കാർഡുകൾ അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാജ കാർഡുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ സൗജന്യ നിരക്കിലുള്ള ചികിത്സ കിട്ടുന്നതല്ല. ഇത് വ്യാജ കാർഡായതിനാൽ അവിടെ സ്വീകരിക്കുകയും ചെയ്യുകയില്ല. അതിനാൽ അത് നമ്മുടെ കേരള സർക്കാരിനെതിരെ ആൾക്കാർ തിരിക്കുന്നതിന് വേണ്ടി, അതായത് കേരള സർക്കാർ അതിന്റെ ആനുകൂല്യം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിനെതിരായിട്ട് അതിന്റെ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായി BJP മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത് കാസ്പ് എന്ന് പറയുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കേരള സർക്കാരിന്റെ എംബ്ലം വെച്ചിട്ടുള്ള സുരക്ഷാ പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പൂർണ്ണമായും കേരള സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു പദ്ധതിയാണ് കാസ്പ് പദ്ധതി അഥവാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി.